ഇന്ന് നല്ല സിമ്പിളായിട്ടുള്ളൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഈ കാണിക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ രുചിയിൽ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു 3 ചെറിയ പച്ചമുളകും, ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും, ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കളർ മാറുമൊന്നും വേണ്ട, എന്നാൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലൊരു മണം വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 സവാള, 3 മീഡിയം വലുപ്പമുള്ള സവാള നേരിയതായിട്ട് സ്ലൈസ് ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. റോസ്റ്റിന് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ സവാള നോക്കി അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു രീതിയിൽ വാടി അങ്ങ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ടൈം എടുത്തിട്ട് പൊടികൾ നന്നായിട്ട് മൂത്ത് വരും. ചെറിയ രീതിയിൽ കളർ മാറി നല്ലൊരു മണമൊക്കെ വരുന്നവർ തന്നെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ടും ചെയ്യണേ. എങ്കിലേ നമ്മുടെ മുട്ട റോസ്റ്റിന് ഒരു പ്രത്യേക രുചി ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മൾ ധൃതിയിൽ പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതാ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് കളറൊക്കെ മാറി നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. തക്കാളി നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടുന്നവരെ, നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അടച്ച് വെച്ച് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഈ ഒരു സമയത്ത് അടിയിൽ ചെറുതായിട്ട് പിടുത്തം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേണം കേട്ടോ തക്കാളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങനെ ഗ്രേവി ടൈപ്പ് അങ്ങനെയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ അടച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ കണ്ടില്ല നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ലാസ്റ്റിന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് 3 മുട്ടയാണ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായത്. അത് നേരെ ഹാഫായിട്ട് 6 പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഓവറായിട്ട് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം മൊത്തത്തിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ നിങ്ങൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ സെർവ് ചെയ്ത് കഴിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടാ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ മുട്ട റോസ്റ്റ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാത്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോംബോ ആണ് അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലി എങ്ങൊന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്